നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. എല്ലാം ഞാൻ തെളിയിക്കും. ശേഖര മുത്തശ്ശനെ കൊല്ലൂന്ന് പറഞ്ഞ് വിശാൽ സാറ് ഒരു തോക്ക് എടുത്ത് ഇറങ്ങിയിരിക്കുവാ. ഇപ്പോഴത്തെ സാഹചര്യത്തില് വിശാൽ സാറ് അത് ചെയ്യുകയും ചെയ്യും. എന്താ ഒരു ആലോചന? മണിക്കുട്ട, എനിക്കൊരു സംശയം. വിശാൽ സാറ് തോക്കെടുത്ത് ശേഖര മുത്തശ്ശനെ കൊല്ലാൻ പോകുന്ന വിവരം ഞാൻ പ്രഭാവതി അമ്മയോട് മാത്രമാ പറഞ്ഞത്. പക്ഷേ ആ വിവരം പോലീസ് അറിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ അറിഞ്ഞു? അത് മാത്രല്ല, വിശാൽ സാറ് ശേഖര മുത്തശ്ശനെ കാണാൻ നേരത്ത് അദ്ദേഹത്തെ വെടിവെച്ച ആ അജ്ഞാതൻ ആരാണ്? അയാൾ എന്തിനാ ശേഖര മുത്തശ്ശനെ വെടിവെച്ചത്? എല്ലാം കൂടി ചേർത്ത് ചിന്തിക്കുമ്പോ എവിടെയോ എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടന്നതുപോലെ ഒരു തോന്നല്. എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതിന് ഉത്തരവും കിട്ടുന്നില്ല. പാറു, നിന്നോടും പ്രഭാവതി അമ്മയോടും പറഞ്ഞ വിവരങ്ങൾ പോലീസ് അറിഞ്ഞത് മറ്റാരിൽ നിന്നുമായിരിക്കില്ല. അത് പോലീസിന്റെ ചെവിയിൽ എത്തിച്ചത് പ്രഭാവതി അമ്മ തന്നെയായിരിക്കും. കാരണം ഗാർഗി നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ എല്ലാം പിറകില് പ്രഭാവതി അമ്മ തന്നെയായിരിക്കുന്ന എന്റെ ഒരു നിഗമനം. അല്ല, പ്രഭാവതി അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വിശാൽ സാറിനോട് അവർക്ക് സ്വന്തം മോനെ പോലെ സ്നേഹമാണല്ലോ. അങ്ങനെ സ്നേഹമുള്ളപ്പോ വിശാൽ സാറിനെതിരായിട്ട് അമ്മ ഇതുപോലെ പ്രവർത്തിക്കുമോ? പ്രഭാവതി അമ്മയ്ക്ക് ഇതിലെന്തെങ്കിലും പങ്കുള്ളതായി ഞാൻ കരുതുന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പാറു നന്നായിട്ടൊന്ന് ചിന്തിക്ക്. അപ്പോ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാവും. നീ ബുദ്ധിമതിയല്ലേ? ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിന്റെ ബുദ്ധിയൊന്ന് പ്രയോഗിക്കേ. വിശാൽ സാറിന്റെ ശത്രുക്കളെ പുകച്ച് പുറത്ത് ചാടിക്കേ. നീ പറഞ്ഞത് ശരിയാ. വിശാൽ സാറിനെ കുരുക്കിയ ശത്രുക്കളെ കണ്ടെത്തണം. അവര് തന്നെയായിരിക്കും ദേവമ്മയുടെ മരണത്തിന് പിന്നിലെന്നും ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ടാണല്ലോ ശേഖര മുത്തശ്ശനെ കൊല്ലാൻ അവര് ശ്രമിച്ചത്. എന്റെ മനസ്സിലൊരു പദ്ധതി തെളിയുന്നുണ്ട്. അതിലൂടെ തന്നെ ഞാൻ സത്യം തെളിയിക്കും. എല്ലാ ശത്രുക്കളെയും കണ്ടെത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.